ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ ഡ്രാഗൺ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ റിവ്യൂ ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലൊക്കെ ആയിരുന്നു. സോ അപ്പം ഡ്രാഗൺ മൂവി, നമ്മുടെ ലവ് ടുഡേ മൂവിക്കകത്ത് ഹീറോ പ്രദീപ് രംഗനാഥൻ അഭിനയിക്കുന്ന പുതിയ പടമാണ് ഡ്രാഗൺ. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് അശ്വത് മാരിമുത്താണ്. ഓ മൈ കടവുളെ മൂവിയൊക്കെ ചെയ്ത ആളാണ്. അപ്പം പടത്തിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയേക്കുന്നത് അശ്വത് മാരിമുത്താണ്. സ്റ്റോറി എഴുതിയേക്കുന്നത് അശ്വത് മാരിമുത്തും പ്രദീപ് രംഗനാഥനും കൂടാണ്. അതിന്റെ നല്ല രീതിക്ക് പ്രദീപ് രംഗനാഥന്റെ ആ ഒരു ഇൻപുട്ട് പടത്തിനകത്ത് എന്തായാലും നല്ല വൃത്തിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് ആ പടം കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് AJS ആണ്. പടത്തിനകത്ത് കാസ്റ്റ് വരുന്നത് പ്രദീപ്, അനുപമ പരമേശ്വരൻ, പിന്നെ മിസ്കിനുണ്ട്, ഗൗതം വാസുദേവനുണ്ട്, KS രവികുമാറുണ്ട്, പിന്നെ ജോർജ് മറിയൻ, അതായത് നമ്മുടെ കൈദിക്കകത്തെ പോലീസ് കോൺസ്റ്റബിൾ, ആ പുള്ളിക്കാരനൊക്കെ നൈസ് സീനൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ്റെത്. സോ അങ്ങനെ ലോട്ട്സ് ഓഫ് ക്യാരക്ടേഴ്സ് അടങ്ങുന്ന ഒരു പടമാണ് ഡ്രാഗൺ. നൈസ് പടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സംഭവം പടത്തിന്റെ ട്രെയിലറും ടീസറും ഒക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച ഡോൺ പടം, എല്ലാവരും ഡോൺ പടമായിട്ട് കമ്പയർ ചെയ്യുന്നത്. എനിക്കും അത് തന്നെയാണ് ഫീൽ ചെയ്തത്. ശിവകാർത്തികൻ അഭിനയിച്ച ഡോൺ പടം, ആ ഒരു വൈബാണ് ഞാനും പ്രതീക്ഷിച്ചത്. കോളേജിനകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളും അതുമായിട്ട് പോകുന്ന കുറച്ച് ക്ലീശ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷയോടെ പടം കണ്ടതും. ബട്ട് പടം വേറെ ലെവലാണ്. പടം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക് പഠിക്കാൻ പോയ എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന രീതിയിലൊരു പടമാണ്. ലൈഫ് ഒരു ഏജ് കഴിഞ്ഞപ്പോൾ തൊട്ട് ലൈഫിനെ ഭയങ്കര സിമ്പിളായിട്ട് കണ്ട് പിന്നീട് ഒന്നും അല്ല, ഇതാണ് റിയൽ ലൈഫ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുമല്ലോ, അതാണ് പടം പറഞ്ഞേക്കുന്നത്. പടത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇത്രേ ഉള്ളൂ ലൈഫ്, അതായത് ഇങ്ങനെയൊക്കെ ആണോ, അതായത് ഇപ്പോൾ പോയിട്ട് ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നിട്ടും ഇങ്ങനെയൊക്കെ രീതിയൊക്കെ സെറ്റിൽ ആവാൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ച് നല്ല കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ തോന്നി. നമ്മൾ വിചാരിച്ചു എന്നാലും ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ എന്നുള്ളൊരു മൈൻഡ് തോട്ടില്ല നമ്മളിരുന്ന് കണ്ടത്. ബട്ട് കണ്ടു കഴിഞ്ഞ് കുറേ കൂടെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അതങ്ങനല്ല, ഇതിങ്ങനെ വേറെ കുറേ സാധനങ്ങളൊക്കെ വന്ന് പിന്നീട് അത് സോർട്ട് ഔട്ട് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ രസമാണ് കണ്ടിരിക്കുക. ആ സോർട്ട് ഔട്ടിങ്ങിനകത്താണെങ്കിൽ പോലും ആസ് യൂഷ്വൽ ക്ലീഷ ഒരു എൻഡിങ് കൊടുത്തിട്ട്, ബട്ട് അവിടുന്നും വേറൊരു സീനിലോട്ട് അല്ലെങ്കിൽ വേറൊരു രീതിയിലോട്ട് അതിനെ തന്നെ കണക്ട് ചെയ്ത് ആ കണക്ഷനകത്ത് നമുക്ക് കുറച്ച് ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൺവിൻസ് ആകുന്ന രീതിക്ക് ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നല്ല കുറേ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും, ഭയങ്കരമായിട്ട് രസമാണ്, ഭയങ്കരമായിട്ട് കണ്ടിരിക്കാൻ രസമാണ്. ഞാൻ മെയിനായിട്ട് പടം പോയി കണ്ടത് പ്രദീപ് രംഗനാഥൻ്റെ പടം ആയതുകൊണ്ടാണ്, ലവ് ടുഡേ കണ്ട ആ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് പോയി കണ്ടത് പടം. ബട്ട് നിരാശ തന്നില്ല. ഡ്രാഗൺ നൈസായിട്ടാണ് ചെയ്ത്. ഡ്രാഗൺ എന്നുള്ള പേരൊക്കെ എന്താ പറയുക, ഡ്രാഗൺ എന്നുള്ള പേരൊക്കെ കൊണ്ടുവരുന്നതൊക്കെ രസമാണ്. പിന്നെ അത് ലാസ്റ്റ് ഒരു ചെറിയൊരു ക്യാമിയോ വരുമ്പോൾ ഉള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള പാട്ടാണല്ലോ. ക്യാമിയോ നമുക്ക് അറിയാവുന്ന ക്യാമിയോ ആണ്. ക്യാമിയോ വരുമ്പോൾ നിങ്ങൾക്ക് ആരാന്നുള്ളത് മനസ്സിലാവും, ഞാൻ പറയുന്നില്ല. സോ നൈസാണ്. അച്ഛൻ മോൻ്റെ ആ ഒരു ബോണ്ടിങ് ആയിക്കോട്ടെ, അതൊക്കെ രസമാണ്. എന്താ പറയുക, ഏതൊരാണോ അല്ലെങ്കിൽ ഏതൊരാളും അച്ഛനിൽ നിന്ന് അങ്ങനത്തെ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടിയിരുന്നെങ്കിലെന്നൊക്കെ തോന്നും. അല്ലെങ്കിൽ ഏതൊരു മക്കളും ആഗ്രഹിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഒരു സപ്പോർട്ട് തരുന്ന ഒരു ഫാദർ. അനുപമ പരമേശ്വരൻ്റെ ആണെങ്കിലും നല്ല റോളാണ്. കുറച്ച് നാൾക്ക് ശേഷം പുള്ളിക്കാരത്തിയുടെ നല്ലൊരു വാല്യുബിൾ ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ റോള് ഇതിനകത്ത് കാണാം. നമ്മൾ ലൈഫിനെ ഭയങ്കര സിമ്പിളായിട്ട് കടന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കുറേ ഉടായ്പ വഴികളിലൊക്കെ നമ്മൾ ലൈഫ് സെറ്റിൽ ആവാൻ നോക്കും. ബട്ട് അവിടെ ചെല്ലുമ്പോഴും നമ്മൾ വേറെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ അലട്ടി പിന്നീട് ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും. ചില ആൾക്കാർക്ക് ലൈഫിൽ ചിലപ്പോൾ സെക്കൻഡ് ചാൻസ് കിട്ടിയേക്കാം, കിട്ടാതിരിക്കാം. ബട്ട് ഇഫ് യു ഗോട്ട് എ സെക്കൻഡ് ചാൻസ് ടു ക്ലിയർ ദ പ്രോബ്ലം, നമ്മൾ മുമ്പേ ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തിരുത്താൻ ഇഫ് നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കൊക്കെ യൂസ് ചെയ്യുക എന്നും കൂടെ ഒക്കെ നമ്മൾ റിയലൈസ് ചെയ്യിക്കുന്ന ഒരു പടമാണ് ഡ്രാഗൺ. എല്ലാവരും പോയി കാണുക, അടിച്ചു പൊളിക്കുക. എന്താ പറയുക, ഫാമിലി ആയിട്ടും പോയി കാണാൻ പറ്റിയ പടമാണ്. സോ അതിന് പോയി കാണുക. പിന്നെ അതുപോലെ ധനുഷ് സംവിധാനം ചെയ്ത ആ പടവും ഞാൻ കണ്ടിരുന്നു. അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതൊരു ലവ് സ്റ്റോറിയും കാര്യങ്ങളാണ്. അതിന് പ്രത്യേകിച്ച് വലിയ സുഖമൊന്നും എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ബട്ട് അതും ഇഷ്ടമുള്ളവർ കാണും, ബട്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. സോ അപ്പോൾ എന്തായാലും എല്ലാവരും ഡ്രാഗൺ പോയി കാണുക, നൈസ് പടമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.